പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളോടെ തിരുപ്പിറവി ആഘോഷിച്ചിരിക്കുകയാണ് ഗൾഫിലെ പ്രവാസികൾ. പാതിരാ കുർബാനയിലും തീജ്വാല സമർപ്പണത്തിലും ആയിരങ്ങളാണ് പങ്കെടുത്തത്. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ക്രിസ്മസ് നാളുകൾ പുലരട്ടെ എന്ന് പുരോഹിതർ ആശംസിച്ചു. മനുഷ്യ സങ്കടങ്ങളും വേദനകളും തീജ്വാലകളായി വിശ്വാസികൾ ദൈവത്തിനു മുന്നിൽ സമർപ്പിച്ചു. തീജ്വാല പ്രദക്ഷിണത്തിലും സമർപ്പണത്തിലും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ വിശ്വാസികൾ പങ്കാളികളായി. പാതിരാ കുർബാനയ്ക്കും തിരുപ്പിറവി കർമ്മങ്ങൾക്കും പുരോഹിതർ നേതൃത്വം നൽകി. UAE, ഒമാൻ, ബഹ്റൈൻ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലെ ആരാധനാലയങ്ങളിൽ മലയാളികളടക്കം എല്ലാ രാജ്യക്കാരും പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സ്റ്റെഫാനോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ശുശ്രൂഷകൾക്ക് വികാരി എൽദോ എം പോൾ, സഹവികാരി മാത്യു ജോൺ എന്നിവർ നേതൃത്വം നൽകി. അബുദാബി മുസ്തഫ മാർത്തോമ പള്ളിയിൽ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിലായിരുന്നു വിശുദ്ധ കുർബാനയും ചടങ്ങുകളും. ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വികാരി ഫിലിപ്പ് എം സാമുവൽ കോർ എപ്പിസ്കോപ്പ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. UAE മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ക്രിസ്മസ് ശുശ്രൂഷകൾ ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ നടന്നു. ആരാധനാലയങ്ങളിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനകളോടെ തുടങ്ങിയ ചടങ്ങുകൾ പുലർച്ചെ വരെ നീണ്ടു. ഫ്ളാറ്റുകളിലും താമസ കേന്ദ്രങ്ങളിലും ഒത്തുകൂടിയും പ്രവാസികൾ തിരുപ്പിറവിയുടെ സ്നേഹവും സമത്വവും പങ്കിട്ടു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. തിരുപ്പിറവിയുടെ ആഘോഷത്തിലാണ് ഗൾഫ് രാജ്യങ്ങളും. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.